ഞാൻ നീ പെയിനെ കുറിച്ച് കൂടുതലായി വീഡിയോകൾ ഇടുകയാണ്. അപ്പോൾ നീ പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. സാധാരണ ചെറുപ്പക്കാരിലും ഇപ്പോൾ നീ പെയിൻ ഉണ്ട്, മധ്യവയസ്കരിലുണ്ട്, അതുപോലെ കൂടുതൽ പ്രായമായവരിലുണ്ട്. ഇപ്പോൾ രണ്ട് നില വീടൊക്കെ പണിത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് കാണുമ്പോൾ നമ്മൾ ആദ്യം വായിക്കുന്നു, അയ്യോ നീ പെയിൻ ഉള്ളതുകൊണ്ട് ലിഫ്റ്റ് ഉണ്ടോ, അതല്ലെങ്കിൽ ഇത് കയറാനായിട്ട് മടിയാണ്. മുകളിൽ പോയി നല്ല സാധനങ്ങൾ മൊബൈലൊക്കെ വെച്ച് മറന്നുപോയി, പിന്നെ എടുക്കാനായിട്ട് നമ്മൾ മടിയുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാൻ സ്റ്റെപ്പ് കയറണമല്ലോ, അതൊരു വലിയൊരു ടാസ്ക് ആയിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നെയ് പെയിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീക്ക് സറൗണ്ടിങ്സിലുള്ള കോട്രപ്സ്, അതുപോലെ ഹാംസ്ട്രിങ്സ്, ഈ മസിൽസുകൾ ഇത് വീക്കാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായി നടക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് ഇംബാലൻസ് ആയി വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് കാരണം. അപ്പോൾ ഈ മസിൽസുകളെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പെയിൻ പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ വീഡിയോയിൽ 2 സ്ട്രെച്ചുകൾ വീതം ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 സ്ട്രെച്ച് വീഡിയോ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫോളോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും 2 സ്ട്രെച്ചുകൾ ഇടും. അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസം ഈ 4 സ്ട്രെച്ചുകൾ ചെയ്യുക. ആദ്യത്തെ ദിവസം ഇട്ട സ്ട്രെച്ചും രണ്ടാമത്തെ ദിവസം ഇട്ട സ്ട്രെച്ചും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം 2 സ്ട്രെച്ച് വീതം ഞാനൊരു 3-4 വീഡിയോയോടുകൂടി ഇനി ഇപ്പോൾ ഇതിൻ്റെ സ്ട്രെച്ചുകൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനൊപ്പം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ സ്ട്രെച്ചുകൾ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ നീ പെയിന് വളരെ ആശ്വാസം നേടാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇത് പഠിച്ച് നല്ല രീതിയിൽ ഒരു സഹായമില്ലാതെ തന്നെ ഈ എക്സസൈസ്, ഈ തെറാപ്പി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പെർമിഷനോട് കൂടി തന്നെ ഞാൻ ഈ സ്ട്രെച്ച് ആരംഭിക്കുകയാണ്. നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് യോഗ മാറ്റിലോ അല്ലെങ്കിൽ ഒരു കട്ടിലോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇതുപോലെ നേരെ ഇരിക്കാം. മറ്റ് കൈകൾ ബട്ടക് സൈഡിലായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് കാലുകൾ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. എന്നിട്ട് കൗണ്ട് ചെയ്യാം. 1 2 3 4 5. അതുപോലെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചെടുത്തുകൊണ്ട് കൗണ്ട് ചെയ്യാം. 1 2 3 4 5. 5 സെക്കൻഡ്സ് അങ്ങനെ നിൽക്കാം. അങ്ങനെ ഒരു 10 ടൈംസ് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു 3 സൈക്കിൾ നമുക്ക് ചെയ്യാം. അതിന് കാലുകൾ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് കൈകൾ ഉയർത്തിയിട്ട് ഇങ്ങനെ നിൽക്കാം. 1 2 3 4 5 ഡൗൺ ചെയ്യാം. അതിന് ഈ കാലുകൾ സ്ട്രെച്ച് ചെയ്ത് ഉയർത്തിയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5. അതായത് നമ്മുടെ ഷ്രിം സൈഡ് നമുക്ക് ടൈറ്റൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ നീ പെയിനും ഷ്രിം സൈഡായിട്ട് ബന്ധമുണ്ട്. അതാണ് ഷ്രിം സൈഡ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് ഷ്രിം സൈഡ് ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ കാലുകളുടെ തൈ മസിൽസിൻ്റെയും അതുപോലെ തന്നെ കാഫ് മസിൽസിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർ വീഡിയോകളിൽ പുതിയ സ്ട്രെച്ചസുകളുമായി വരുന്നതായിരിക്കും. ആ സ്ട്രെച്ചുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. അവസാനം നിങ്ങളുടെ നീ പെയിൻ എന്നുള്ള വിഷയം നിങ്ങൾ സോൾവ് ചെയ്യുക. നമസ്തേ.